Hi traders, welcome back to Market Waves. Nifty, Bank Nifty, Sensex എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ സാധിച്ചു എന്ന് നമുക്ക് നോക്കാം. 9/1/2025 വ്യാഴാഴ്ച 23,557 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 23,551 എന്ന ലെവലാണ്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിച്ചത് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. ഇന്നത്തെ ഹൈ ആൻഡ് ലോ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ഏതാണ്ട് 250 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് നമുക്ക് ലഭിച്ചിരുന്നുള്ളത്. നല്ല ട്രേഡിംഗ് ചാൻസുകളുമായിരുന്നു. ഇന്ന് ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയെങ്കിലും ആദ്യത്തെ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ 1 മിനിറ്റ് 3 മിനിറ്റ് പരിശോധിക്കുമ്പോൾ ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് കിട്ടിയത്. അത്തരത്തിലൊരു കോൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചവരുണ്ട്, ചെറിയ പ്രോഫിറ്റ് കിട്ടുകയും ചെയ്തു. എന്നാൽ ഇവിടെ പിന്നീട് ശ്രദ്ധിക്കുമ്പോൾ തുടർന്ന് വരുന്ന ടൈം ഫ്രെയിമിൽ എല്ലായ്പ്പോഴും ഇവിടെ സെല്ലിംഗ് ആണ് കാണുന്നത്. അപ്പോൾ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലുകളിലേക്ക് ക്ലോസ് ചെയ്യാൻ കഴിയില്ല, അങ്ങനെ ഒരു സാധ്യത കിട്ടില്ല എന്ന് ചിന്തിച്ച് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് കരുതിയ ഏതൊരാൾക്കും വളരെ വേഗത്തിൽ ഒരു നല്ല ട്രേഡ് ലഭിച്ചു. അത്തരത്തിലൊരു ക്ലോസിംഗ്, നമ്മൾ ഈ ലെവലിന് താഴെ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന റിട്ടേൺ എന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടിയ അപ്പോൾ തന്നെ വീണ്ടും സെല്ലേഴ്സ് ആക്റ്റീവായി ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് കൊടുത്തു. വീണ്ടും ട്രേഡ് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന കൃത്യമായും സപ്പോർട്ട് 23,361 എന്ന ലെവലിലേക്ക് പ്രൈസ് വന്നു. എന്നാൽ നൽകിയ ലോ എന്ന് പറയുന്നത് 23,344 എങ്കിലും അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായി. തുടർന്ന് പ്രൈസ് ഒന്ന് റിവേഴ്സ് ആവുന്നതാണ് കാണാൻ കഴിഞ്ഞത്. ഇത് കൃത്യമായ റിവേഴ്സൽ മനസ്സിലാക്കാൻ കഴിയും. സപ്പോർട്ടും റെസിസ്റ്റൻസും രേഖപ്പെടുത്താനും ക്യാൻഡിൽ പാറ്റേണും വായിക്കാനും കഴിയുകയാണെങ്കിൽ, അവയെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ എൻ്റെ ഒരു പ്ലേലിസ്റ്റിലുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അക്കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് തീർച്ചയായും ഇവിടെ ഒരു എൻട്രി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ എൻട്രി എടുത്ത ഒട്ടനവധി പേർ ഇവിടുന്ന് പല പ്രാവശ്യമായി നല്ല രീതിയിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. എന്നാൽ ഡേയ്സ് ഹൈ 0.60 ലെവലിന് ഉയരം കൂടുതൽ കാണിച്ചെങ്കിൽ തന്നെയും അവിടെ ഹോൾഡ് ചെയ്യാൻ കഴിയാതെ വീണ്ടും റിവേഴ്സൽ പാറ്റേൺ വരികയാണ് ചെയ്തത്. അത്തരത്തിൽ അത് തിരിച്ചറിഞ്ഞവർ വീണ്ടും കിട്ടിയ ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ തന്നെ സ്റ്റോപ്പ് ലോസ് നൽകിക്കൊണ്ട് സെല്ല് ചെയ്തു. പ്രൈസ് പഴയതുപോലെ തന്നെ താഴെ വന്ന് റെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പലവട്ടം ഇവിടെ ഒന്ന് ചെറുങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തെങ്കിലും പലവട്ടം ട്രേഡ് ചെയ്ത് ഇത് കോളും പുട്ടും മാറി മാറി ചെയ്ത് പ്രോഫിറ്റ് എടുത്തവരുണ്ട്. എന്നാൽ ഈ ഫോളും വളരെ മാന്യമായി ക്യാച്ച് ചെയ്ത പിഎൻഎലുകളും എനിക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ ഒരു നല്ല ട്രേഡിംഗ് ഡേ ആയിരുന്നു എന്ന് വേണം പറയാൻ. ഒത്തിരി പേര് എനിക്ക് പിഎൻഎലുകൾ തന്നിട്ടുണ്ടെങ്കിലും പബ്ലിക് ചാനലിൽ ചില തിരക്കുകൾ കൊണ്ട് എനിക്ക് അവയെല്ലാം തന്നെ ഒന്നും പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപൂർവം ചിലത് സ്ഥിരമായി പോസ്റ്റ് ചെയ്യുന്ന ചിലതൊക്കെ മാത്രം പോസ്റ്റ് ചെയ്യാനേ കഴിഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് നൽകിയിട്ടുള്ള ഈ ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിവസം, ഇനി 2 ദിവസം അവധിയാണ്, തിങ്കളാഴ്ച മാർക്കറ്റിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ പ്രയോജനപ്പെടുത്താൻ കഴിയുക, നമ്മുടെ പ്ലാൻ എന്തായിരിക്കാം എന്ന് നോക്കാം. 23,420 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ 23,675 എന്നതാണ് പെട്ടെന്ന് ലഭിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് ലെവലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഒരു മൈനർ റെസിസ്റ്റൻസും കൂടി ഉണ്ട്, 23,597 എന്ന ലെവൽ. കാരണം ഇത്രയും റേഞ്ച് ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു മൈനർ റെസിസ്റ്റൻസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ ഡേയ്സ് ലോയാണ് ഈ ലെവൽ 23,344. അതിനിടയിൽ ഇതും നല്ല റേഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മൈനർ റെസിസ്റ്റൻസ് 23,380 എന്ന ലെവലിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ആദ്യമേ ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ, അതായത് ഇന്നത്തെ ഹൈ ആണ്, അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരം ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഡേയ്സ് ലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കേണ്ടത്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് മാർക്കറ്റ് തിങ്കളാഴ്ച നൽകിയേക്കാവുന്ന ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളെ പരിഗണിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും എന്നാണ് എൻ്റെ ചിന്ത. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. എന്നാൽ ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ
ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് എന്ന് മാത്രം. ഈ ലെവലിന് താഴെ ക്ലോസ് ചെയ്താൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകിയാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാൻ കഴിയും. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് പ്രൈസ് കുറച്ചും കൂടെ വീക്കായേക്കാമെന്നാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഈ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവയെല്ലാം തന്നെ കാര്യം തിൻ ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം തന്നെ ഏത് ലെവലിൽ നിന്ന് വേണമെങ്കിലും പെട്ടെന്ന് പ്രൈസിന് ഇന്നത്തെ ഒന്ന് റിവേഴ്സ് ആകാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് ഓപ്ഷൻ്റെ പ്രോഫിറ്റിനെ എപ്പോഴും ഹോൾഡ് ചെയ്യാൻ കവർ ചെയ്യാൻ ശ്രമിക്കണം. റീ എൻട്രി എല്ലാം ഇത്തരത്തിലൊന്ന് ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ സെൽ ഓൺ എവറി ഹൈ എന്ന രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാമെന്നാണ് കണക്കാക്കുന്നത്. തുടർന്ന് ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന് പറയുന്നത് ഇത്രയും ദൂരത്തോട്ടാണ്. അപ്പോൾ അത്രയും ദൂരെ ഒറ്റയടിക്ക് വീണു പോകത്തില്ല. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 48,704 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ ഇന്നത്തെ ഡേയ്സിലോ 48,630 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 49,233 എന്ന മൈനർ ഒരു അടുത്ത ഒരു റെസിസ്റ്റൻസ് ലെവൽ അങ്ങനെയാണ് കാണുന്നത്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസായി 49,075 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്പോഴ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ, അതായത് ഇന്നത്തെ ഡേയ്സിലോ ഒരു പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്പോഴ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്പോഴ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. അപ്പോൾ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ഇന്നത്തെ ലോയ്ക്ക് താഴെ ബ്രേക്ക് ചെയ്താലും ഈ ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഡിക്ലൈൻ പ്രതീക്ഷിക്കാവുന്നത്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. ലെവലുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 77,347 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഡേയ്സിലോ മറ്റൊരു മൈനർ സപ്പോർട്ട്, അതിന് തൊട്ട് മുകളിലായി മറ്റൊരു സപ്പോർട്ട് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 78,147 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് എന്ന രീതിയിൽ കാണുന്നത്. ഒപ്പം തന്നെ ഇന്നത്തെ ഉയരം 77,929 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്പോഴ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്പോഴ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നാണ്. അത്ര ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്പോഴ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സിലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് ക്ലോസിംഗ് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ കിട്ടുകയാണെങ്കിൽ തുടർന്ന് മുകളിലോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളെ തിങ്കളാഴ്ച മാർക്കറ്റ് തരുന്ന പുതിയ ലെവലുകൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ കണ്ടെത്തി ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് അപ്പർ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന പുതിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ലെവലുകൾ കണ്ടെത്തി
ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യമേ ലഭിക്കേണ്ട ടാർഗറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് വീക്കായേക്കാം, ഫാളിംഗ് സംഭവിച്ചേക്കാം എന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 76,991, 76,799, 744, 659, 547, 471 എന്നിങ്ങനെയാണ് ആ ലെവലുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ലെവലുകൾ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ഈ ലെവലുകളിൽ നിന്നും വേണമെങ്കിൽ എപ്പോഴും പ്രൈസ് ഒന്ന് അപ്വേർഡ് ജെർക്ക് ചെയ്തേക്കാം. അപ്പോൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ട്രേഡ് ചെയ്യുമ്പോൾ അപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് റീ എൻട്രി ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത്രയുമാണ് തിങ്കളാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ മാത്രമാണ്. ഗുണകരമെങ്കിൽ നിങ്ങൾക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്നാൽ റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. ഗുണകരമാണെന്ന് എന്ന് തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മളുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ആർക്കെങ്കിലും ഞാനുമായി കോൺടാക്റ്റ് ചെയ്യണമെന്നൊരു താല്പര്യം തോന്നുകയാണെങ്കിൽ നമ്മളുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അവിടെ എൻ്റെ വാട്സപ്പ് നമ്പറും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് വോയിസ് മെസ്സേജിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അത്തരത്തിൽ കോൺടാക്റ്റ് ചെയ്യുന്നവർ ഒന്ന് വ്യക്തിപരമായി പരിചയപ്പെടുത്തുകയാണെങ്കിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയുമാണ് കാര്യങ്ങൾ. നാളെയും അതായത് തിങ്കളാഴ്ചയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് സാധ്യതകൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്